ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര ജനിതക വൈകല്യങ്ങളോട് ജനിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായില്ല. സർക്കാർ സൗജന്യ ചികിത്സാ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. 2 മാസമായ കുഞ്ഞ് കണ്ണൽപ്പം തുറന്നത് മാത്രമാണ് കുടുംബത്തിന് ഏക ആശ്വാസം. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുഞ്ഞിനെ ഇടയ്ക്കിടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും ചികിത്സയൊന്നും ആരംഭിച്ചിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ള കാര്യവും മാതാപിതാക്കൾക്കറിയില്ല. ചികിത്സ സൗജന്യമായി നൽകുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കുഞ്ഞിന്റെ പിതാവ് അനീഷ് മുഹമ്മദ് ആവർത്തിക്കുന്നു. വിദഗ്ധ സംഘം കുഞ്ഞിനെ പരിശോധിച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ഞാൻ ആലപ്പുഴ DMO ഓഫീസിലെ ദിലീപ് എന്ന് പറയുന്ന സാറിനെയാണ് ഇതിനെക്കുറിച്ച് കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വന്ന അന്വേഷണ റിപ്പോർട്ട് സമിതിയുടെ ആൾക്കാർ പറഞ്ഞിരുന്നു, ഇനി ദിലീപിനെ കോൺടാക്ട് ചെയ്താൽ മതി, ദിലീപ് സാറാണ് കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞു. ദിലീപ് സാറിനെ ഞാൻ ഒന്നിടവിട്ട് വിളിക്കാറുണ്ട്. പുള്ളിക്ക് യാതൊരുവിധ റിപ്പോർട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി അറിയിക്കാത്തത്. ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും അറിയിപ്പുണ്ടായാൽ ഉടനെ തന്നെ അനീഷിനെ അറിയിക്കുന്നതാണെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല, എനിക്കും വന്നിട്ടില്ല. കുഞ്ഞിന്റെ MRI അടക്കം ഇടയ്ക്കിടെ എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് കുഞ്ഞിനെ പരിശോധിക്കുന്ന ഡോക്ടറെ പോലും ആശുപത്രി അധികൃതർ കാണിക്കുന്നില്ല. സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ചേർന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആക്ഷൻ കൗൺസിലർ രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ വൈകുന്നു. തുടർ ചികിത്സ ഔദ്യോഗികമായിട്ട് ഒരു അറിയിപ്പ് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ആക്ഷൻ കൗൺസിലർ രൂപീകരിച്ചത്. അത് വാർഡ് കൗൺസിലറും പള്ളിയുടെ മഹലിലെ സെക്രട്ടറിയും പിന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ആക്ഷൻ കൗൺസിലർ രൂപീകരിച്ചത്. അതിൽ ആശുപത്രിയിൽ WNC ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ക്ലിയർ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടി കൂടാണ് ഈ ആക്ഷൻ കൗൺസിലർ രൂപീകരിച്ചിരിക്കുന്നത്. 2 മാസമാകാറാകുമ്പോൾ കുഞ്ഞ് ചെറുതായി കണ്ണു തുറന്നു എന്നത് മാത്രമാണ് കുടുംബത്തിന് ആശ്വാസം. ജനം, ആലപ്പുഴ. കോഴിക്കോട് ആശങ്കയുണർത്തി രാസലഹരി കേസുകൾ വർദ്ധിക്കുന്നു. കൂടുതൽ പിടിക്കപ്പെടുന്നത് MDMA, കഞ്ചാവ് എന്നീ ലഹരി വസ്തുക്കളെന്ന് ജില്ലാ നർക്കോട്ടിക് സെല്ലിന്റെ റിപ്പോർട്ട്. 2024 1835 ലഹരി കേസിൽ 1985 പേരെയാണ് പിടികൂടിയത്.